പ്രമുഖ മലയാളി വ്യവസായിയും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ ജോൺ ടൈറ്റസിന്റെ ജീവിതാനുഭവങ്ങൾ വരച്ചുകാട്ടുന്ന ഏവിയേഷൻ ആൽക്കെമിസ്റ്റ് എന്ന ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യത്തിൽ സൗത്ത് ഫ്ലോറിഡയിലെ മാർത്തോമ ചർച്ച് ഫെലോഷിപ്പ് ഹാളിൽ നടന്ന ലളിതമായ ചടങ്ങിൽ സൗത്ത് ഫ്ലോറിഡ മാർത്തോമ ചർച്ച് വികാരി റവറന്റ് ഡോക്ടർ ജേക്കബ് ജോർജ് പ്രകാശനം ചെയ്തു. മുൻ പ്രസിഡന്റ് ജോർജി വർഗീസ് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജോസ് തോമസ് CPA പുസ്തക രചയിതാവായ ജോൺ ടൈറ്റസിന്റെ പശ്ചാത്തലം വിവരിച്ചു. തുടർന്ന് പുസ്തകത്തിന്റെ സഹരചയിതാവായ വിനോദ് മാത്യുവിനെ ഡോക്ടർ തോമസ് പനവേലിൽ സദസ്സിന് പരിചയപ്പെടുത്തുകയും വിനോദ് മാത്യു ഏവിയേഷൻ ആൽക്കെമിസ്റ്റിലെ ഏതാനും പ്രസക്ത ഭാഗങ്ങൾ വായിക്കുകയും ചെയ്തു. റവറന്റ് ഡോക്ടർ എബി എബ്രഹാം, റവറന്റ് ഫാദർ ജോർജ് ഇളമ്പാശ്ശേരിയിൽ, റവറന്റ് ഫാദർ ജോർജ് ജോൺ, റവറന്റ് സുഗു ഫിലിപ്പ്, റവറന്റ് ഫാദർ സന്തോഷ് തോമസ്, റവറന്റ് ഫാദർ ഷോൺ മാത്യു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഷാരോൺ എബ്രഹാമിന്റെ ഗാനത്തിന് ശേഷം രഞ്ജിത്ത് രാമചന്ദ്രൻ, സുനിൽ തൈമറ്റം, ബിനു ചിലമ്പത്ത്, ബിജു ജോസഫ്, വർഗീസ് ജേക്കബ്, സൈമൺ പറത്താഴം, സണ്ണി വള്ളിക്കളം തുടങ്ങിയവരും ജോൺ ടൈറ്റസിന്റെ രചനാ മുന്നേറ്റത്തിന് ആശംസകൾ നേർന്നു. ജോൺ ടൈറ്റസും ഭാര്യ കുസുമം ടൈറ്റസും കൃതജ്ഞത പ്രകാശിപ്പിച്ചു. നിരവധി വർഷത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് ഏവിയേഷൻ ആൽക്കെമിസ്റ്റ് യാഥാർത്ഥ്യമായത്. ഏവിയേഷൻ ആൽക്കെമിസ്റ്റ് വായനക്കാരിലേക്ക് എത്തിക്കുന്നതിൽ തനിക്ക് ഒരുപാട് പേരോട് കടപ്പാടുണ്ട് എന്ന് ജോൺ ടൈറ്റസ് പറഞ്ഞു. ഈ പ്രവാസ ഭൂമിയിലെ തന്റെ ബിസിനസ് മുന്നേറ്റങ്ങൾ പുതുതലമുറയ്ക്ക് പ്രചോദനമാകട്ടെ എന്ന ആഗ്രഹത്തിന്റെ കൂടി വെളിച്ചത്തിലാണ് ഈ പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത്. ജോൺ ടൈറ്റസ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപോലിത്തയാണ് പുസ്തകത്തിന്റെ അവതാരിക എഴുതിയിരിക്കുന്നത്. ഏവിയേഷൻ ആൽക്കെമിസ്റ്റിന്റെ മലയാള പരിഭാഷ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും വരുന്ന ഡിസംബറിൽ കേരളത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നും ജോൺ ടൈറ്റസ് വ്യക്തമാക്കി. ഇംഗ്ലീഷ് പുസ്തകത്തിന്റെ വില അമേരിക്കയിൽ $20, നാട്ടിൽ 500 രൂപയും. പുസ്തക വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക ലവ് യുവർ നെയ്ബർ പ്രോജക്ട് എന്ന നോൺ പ്രോഫിറ്റ് ചാരിറ്റിക്കായി ഉപയോഗിക്കുമെന്ന് ജോൺ ടൈറ്റസ് പറഞ്ഞു. പ്രവാസി ചാനൽ ബ്യൂറോ, സൗത്ത് ഫ്ലോറിഡ.